ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു നോർത്തേൺ അയർലൻഡ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് അവർ ട്രിപ്പാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ യു കെയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ നോർത്തേൺ അയർലൻഡിലോട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇത് നമുക്ക് ഫ്ലൈറ്റ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്രൂസ് ഷിപ്പിൽ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചൂസ് ചെയ്തത് ഒരു ക്രൂസ് ഷിപ്പിൽ പോകുന്നതായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഇതുവരെ ആരും തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പിൻ്റെ പാർക്കിംഗ് ഏറിയാണ്. നമ്മൾ അതായത് നോർത്തേൺ അയർലൻഡ് ഒരു റോഡ് ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിപ്പിൽ നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പിനകത്തെ പാർക്കിംഗ് ഏറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർക്കിംഗ് ഏറിയ ഷിപ്പിലെ ആണോ എന്ന് വിചാരിക്കില്ല. ഞാനും ഇത് കണ്ടപ്പോൾ വിചാരിച്ചായിരുന്നു. ഡെക്ക് 7 ആണ് നമ്മുടെ സ്റ്റെന ലൈൻസിൻ്റെ പാർക്കിംഗ് ഏറിയ. നമ്മളവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മുടെ ഒരു ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂംസ്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെക്കാനായിട്ട് നമ്മൾ അവിടെ ചെന്ന് ഒന്ന് സെറ്റിലായതിനു ശേഷം നമ്മുടെ ഷിപ്പിനകത്തുള്ള ലോഞ്ചസ് ആണ് ഈ കാണുന്നത്. എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് ഞാനിപ്പോൾ അകത്തുള്ളത് ഒരു ഷിപ്പിൻ്റെ അകത്താണ് ഇങ്ങനെയൊക്കെയെന്ന്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, സീരിയസ്ലി. പിന്നെ ഇത് വെൽക്കം ഓൺ ബോർഡ് സ്റ്റെന ലൈൻസിൻ്റെ ഒരു ഓൺ ബോർഡ് ഐപാഡാണ്. ലൈക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ്. ലൈക്ക് അവർക്ക് ബാർസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ലിവിങ് ഏരിയാസ്, പിന്നെ ലക്ഷറിയസ് ലോഞ്ചസ് ഉണ്ട്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നേരെ ചെന്നിട്ട് ഈ ഐപാഡിലൊന്ന് നോക്കിയാൽ മതി. ഈ കാണുന്നത് ഒരു സ്പേസ് ആണ്, ലൈക്ക് ബാർസ് ആൻഡ് സ്കൈ ബാർസ് ആൻഡ് ഒരു ലോഞ്ചാണിത്. ഇവിടെ നന്നായിട്ടൊന്ന് ചില്ലൊക്കെ ചെയ്ത് ലൈക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ഒരു കടലിൽ കൂടെയുള്ള ഒരു വ്യൂസൊക്കെ നോക്കി ഇരിക്കാനുള്ള ഒരു അടിപൊളി ഏറിയ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു ഗെയിമിംഗ് സെക്ഷനുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം ഗെയിംസും കാര്യങ്ങളും ഒക്കെ കിട്ടും. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് കളയാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ആണ്. പിന്നെ ഒരു ലിവിങ്സ് ഏറിയ ഉണ്ട്. പ്രത്യേകിച്ച് ക്യാബിൻ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളുമായിട്ട് നമുക്ക് ഇവിടെ ഒരു ലിവിങ് റൂമിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വൈബൊക്കെ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ വ്യൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് നമ്മൾ രാവിലെ ഒരു 8 hours കഴിഞ്ഞപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റിൽ എത്തിയ ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മുകളിലെ ഡെക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെറിന്ന് നമ്മുടെ ഷിപ്പ് കുറച്ചും കൂടി മൂവ് ചെയ്ത് കടലിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മുകളിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ബെൽഫാസ്റ്റിൽ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് വിശന്നപ്പം നമ്മളൊരു ആൻഡ് നില്ലീസ് എന്ന് പറയുന്ന കോഫി ബാർ ആൻഡ് കഫേയിൽ നമ്മൾ രാവിലെ ഒന്ന് കയറിയിട്ട് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളെല്ലാവരും കൂടെ അവിടെ ഒന്ന് ചെന്നിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൽഫാസ്റ്റ് സിറ്റിയിലുള്ള ടൈറ്റാനിക് മ്യൂസിയം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. ബെൽഫാസ്റ്റും ടൈറ്റാനിക്കും ഉള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റാനിക് ഷിപ്പ് ഡിസൈൻ ചെയ്തത് അത് ലോഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് ബെൽഫാസ്റ്റ് ഷിപ്പ് യാർഡിൽ നിന്നായിരുന്നു. സോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് 2012 ഈ ഒരു മ്യൂസിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം ക്ലോക്കാണ്. ടൈറ്റാനിക് ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ക്ലോക്കാണ് ഇത്. ഞാൻ ഷിപ്പ് യാർഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ ബിൽഡ് ചെയ്തതും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പിക്ചോറിക്കലായിട്ട് നമ്മളെ കാണിച്ചു തരും. അന്ന് ടൈറ്റാനിക് പണിയാൻ ലൈക്ക് ബിൽഡ് ചെയ്യാൻ നേരത്ത് അവർ ചെയ്ത കാര്യങ്ങളും ആ റോഡ്സൊക്കെ എങ്ങനെയാണ് അവർ ഫിക്സ് ചെയ്യുന്നതെന്നും അതൊരു പെർട്ടിക്കുലറായിട്ട് അവിടെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫീൽ തോന്നും അത് കാണുമ്പം. അത് ലോഞ്ച് ചെയ്ത ഡേറ്റും കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൈറ്റാനിക് ലോഞ്ച് ചെയ്ത അവരുടെ ഫസ്റ്റ് ട്രിപ്പ്, പിന്നെ ലോഞ്ച് ഡേയിലുള്ള ഫസ്റ്റ് ടിക്കറ്റും അത് ആർക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ഗ്ലാസ് അതിൻ്റെ ഒരു ഫുൾ ഒരു വ്യൂ, ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഒരു വ്യൂ ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ ഒരു അതായത് ഫസ്റ്റ് ക്ലാസ് ടൈറ്റാനിക് ഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ അതായത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. രണ്ട് ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അന്നത്തെ കാലത്ത് ഇത്രയും നന്നായിട്ടായിരുന്നു ഒരു ക്യാബിനൊക്കെ, എത്ര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ. സെക്കൻഡ് ക്ലാസ് ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു
ബെഡ് സ്പേസും കാര്യങ്ങളും ഒക്കെയാണ് അന്ന് ആൾക്കാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ലൈക്ക് ഒരു ചെറിയ ബെഡ് സ്പേസും വാഷ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. തേർഡ് ക്ലാസ് ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ചെറിയ റൂമും ഒരു ബെഡ് സ്പേസും 2 ബെഡ് സ്പേസും ഇരിക്കാനുള്ള ഒരു ഏരിയയും ലിവിങ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മളങ്ങോട്ട് മുമ്പിലോട്ട് പോകുമ്പം ഇവിടെ നമ്മൾ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു ആനിമേഷൻ വ്യൂ ഉള്ള ഒരു റൂമുണ്ട്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിൽ ഇങ്ങനെ ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരും. പിന്നെ ഇത് അവർ ഐസ് കണ്ടപ്പോൾ ഉള്ള ഐസ് വാർണിംഗ് ഉള്ള ക്യാപ്റ്റൻ സ്മിത്ത് എഴുതിയ ഒരു മെസ്സേജാണ് ആ മ്യൂസിയത്തിൽ വെച്ചേക്കുന്നത്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് എടുത്തതാണ്. ലൈക്ക് അവിടെ പുള്ളി ആ ഒരു ഐസ് കണ്ടപ്പോൾ എഴുതിയൊരു മെസ്സേജാണ്. ഇത് പുള്ളിയുടെ ലാസ്റ്റ് മെസ്സേജ് ആയിരുന്നു. ഷിപ്പൊക്കെ മുങ്ങാൻ പോയപ്പോൾ ഉള്ള ലാസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു 3D വ്യൂ ഓൾ അറൗണ്ട് നമുക്ക് കിട്ടും. ലൈക്ക് ആ ഒരു ടൈറ്റാനിക് ഷിപ്പിൻ്റെയും അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയും അതിൻ്റെ മിഷൻസും കാര്യങ്ങളും ഉള്ള ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഇത്